കിഷ്കിന്ധാഖണ്ഡം കണ്ടിട്ടുണ്ടോ? കിഷ്കിന്ധാഖണ്ഡം കണ്ട സിനിമ ആൾക്കാരാണ് നിങ്ങൾ. കിഷ്കിന്ധാഖണ്ഡം കണ്ടിട്ടുണ്ടെങ്കിൽ ദിൽജിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്ത ഈ പടം വളരെ മനോഹരമായ ബ്രില്യൻ സ്ക്രിപ്റ്റാണ്. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ നരേഷൻ, അതായത് വീടിനെ ബേസ് ചെയ്തിട്ട് കിഷ്കിന്ധാഖണ്ഡം പോലെ നിഗൂഢവും മന്യവുമായ ഒരു കഥ പറച്ചിലാണ് കിഷ്കിന്ധാഖണ്ഡ സിനിമ. വളരെ മനോഹരമായ സിനിമയാണ്, ബ്രില്യൻ്റാണ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് അതിൽ ഓരോ ക്യാരക്ടറുടെയും ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതായത് ഓരോ ക്യാരക്ടറെ എടുത്ത് നമുക്ക് വീണ്ടുപോളം പഠിക്കാനുണ്ട്. അത്രത്തോളം മനോഹരമായ ഒരു സിനിമയാണ് കിഷ്കിന്ധാഖണ്ഡം. ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ സിനിമ. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത് അതല്ല. കിഷ്കിന്ധാഖണ്ഡത്തിലെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടുണ്ടാവും, അവർ യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ആസിഫ് അലി ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. പിന്നെ അതുപോലെ തന്നെ സബ്മിസീവാണ്, പുള്ളി ഓപ്പൺ അല്ല. അപർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ജീവിതത്തോട് അത്രമേൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അപർണ. അവർ MSW പഠിച്ചിട്ട് വീണ്ടും പുതിയ അനുഭവങ്ങൾ തേടിയായിരിക്കും ആസിഫ് അലിയെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യനാണ് ആസിഫ് അലി ആ സിനിമയിൽ. എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ അത്രയും ബോൾഡായിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് അപർണ അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നത്, ആസിഫ് അലിയെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിലേക്ക് വന്നു കഴിയുമ്പോൾ അപർണ കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അപർണയുടെ ആ സ്ട്രഗിളൊന്നും അതിൽ കാണിക്കണില്ല. പക്ഷെ അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നമുക്ക് ചിന്തിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. കാരണം ആസിഫ് അലി ഒരിക്കലും അവിടെ ഒരു സപ്പോർട്ട് അപർണയ്ക്ക് നൽകാൻ കഴിയുന്നില്ല. അപർണയാണെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള സപ്പോർട്ട് നൽകുന്നു. അച്ഛനെ എന്തോ അസുഖമുണ്ട്, അദ്ദേഹം അതിൽ സ്ട്രഗിൾ ചെയ്യുവാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നു. അങ്ങനെ തൻ്റെ ചുറ്റുമുള്ളവരോടൊക്കെ വളരെ എമ്പത്തറ്റിക്കായിട്ട് പെരുമാറുന്ന അപർണ. പക്ഷെ അവരെ മനസ്സിലാക്കാൻ ആ കുടുംബത്തിനും കഴിയുന്നില്ല. അവരൊക്കെ ഒരു സർവൈവൽ മോഡിലാണ്. ആസിഫ് അലി ആവട്ടെ വിജയരാഘവനാവട്ടെ, അവരൊക്കെ ഒരു സർവൈവൽ മോഡിലാണ്. അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഭയങ്കരമായ രഹസ്യമുണ്ട്. ആ രഹസ്യത്തെ ചുറ്റിപ്പറ്റി ആ രഹസ്യം അവരെ വിഴുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ രഹസ്യത്തെ ഇങ്ങനെ മൂടിക്കൊണ്ട് സർവൈവ് ചെയ്യാനുള്ള ശ്രമമാണ് അവർ നടക്കുന്നത്. പക്ഷെ അപർണ എന്ന് പറഞ്ഞാൽ ജീവിതത്തോട് അത്രമേൽ സത്യസന്ധമായിട്ട് ഇടപെടുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയുള്ള രണ്ടുപേരും തമ്മിൽ യോജിച്ച് പോകാൻ പറ്റില്ല. ഇപ്പോൾ അവർ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും.